നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാതവന്ദനം. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. ജ്ഞാനപാനാമൃതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികൾ ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നതു ചിലർ, കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ശാന്തി ചെയ്യുന്നവർ, അതൊരു ജീവിത ഉപാധിയായി മാറ്റി തീർത്ത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി അല്ലാതെ ജീവിക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. തുടർന്ന് വരുന്ന വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. അമ്മയ്ക്കും പുലരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു ഭാര്യയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ ശത്രുവെ പോലെ ഘൃത്തിക്കുന്നു ചിലർ. ഇനി മറ്റു ചിലരെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തം പെറ്റമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും ആഹാരം പോലും കൊടുക്കാൻ പോലും ചിലർ ഒരുക്കമല്ല. അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച ധർമ്മപത്നിയെ ചിലർ സ്വപ്നത്തിൽ പോലും സ്മരിക്കുന്നില്ല. സജ്ജനങ്ങൾ തങ്ങളുടെ ദുഷ്ടപ്രവൃത്തികളെ ചൂണ്ടിക്കാണിച്ച് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ചിലർ ശത്രുക്കളെന്ന പോലെ അവരോട് ദേഷ്യഭാവം കാട്ടുന്നു. ഇവരുടെ പ്രവൃത്തികൾ മനസ്സിലാക്കി അറിവുള്ളവർ എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ അവരെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. അവനവൻ്റെ മാതാപിതാക്കളെയും പത്നിയെയും സംരക്ഷിക്കേണ്ടത് ഏതൊരുവൻ്റെയും കടമയാണ്. എന്നാൽ ചിലർ ആ കടമ നിർവഹിക്കുന്നില്ല. അവർക്ക് ആഹാരം പോലും കൊടുക്കുന്നില്ല. ചിലരാകട്ടെ അഗ്നിസാക്ഷിയായി യഥാവിധി വിവാഹം ചെയ്ത് ധർമ്മപത്നിയെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അതാണ് സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ എന്ന കവിയുടെ പ്രയോഗം. അവർക്ക് പരസ്ത്രീ ഗമനത്തിലും മറ്റുമാണ് താല്പര്യമെന്ന് സാരം. ഇത്തരം ദുർനടപടികളെ സജ്ജനങ്ങൾ ഗുണദോഷിച്ചാൽ അവരോട് പെരുമാറുന്നത് ശത്രുഭാവത്തോടുമായിരിക്കും. ഇതാണ് മറ്റ് ചില ആൾക്കാരെ പറ്റി കവി പറയുന്നത്. ഇത് നാം സർവ്വസാധാരണമായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അന്ന് കവി പറഞ്ഞതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളാരെയും കുറിച്ചല്ല കേട്ടോ, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു ശുഭ സുദിനം നേരുന്നു. സർവേശ്വരൻ ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭസുദിനം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. നമശിവായ. നമസ്കാരം.